പെരിന്തൽമണ്ണക്ക് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ കാണാൻ വേണ്ടി പോയതാ. ഇന്നത്തെ കളി ചെറുപ്പശ്ശേരിയും വയനാടും പറഞ്ഞപ്പേ നല്ല ടീം അന്നേരം കാണാൻ വേണ്ടി പോയതാ. കളിയാണെങ്കിൽ ചത്ത കളി, 10 പൈസക്കില്ല. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉന്തലും പൊടിച്ചലും വെറും കച്ചറ കളിയാക്കണം ഇപ്പോൾ. അല്ലെങ്കിലും സെവൻസ് എന്ന് പറഞ്ഞാൽ തന്നെ വെറും കച്ചറയാക്കണം ഇപ്പോൾ. കളി എവിടെയും നടക്കണില്ല. അതിൻ്റെ അടിയിലാണെങ്കിൽ ചെറുപ്പശ്ശേരിക്കാണെങ്കിൽ ഒരു ഗോളാണ് ഊകും ചെയ്തു. പിന്നെ പറയണോ, പിന്നെ വെറും പിത്തരയായി. പിന്നെ വെറും കണ്ണിക്കച്ചടലും തള്ളിയിടലും അല്ല കയറ്റിക്കൊണ്ടുപോകണ്ടില്ലേ, ഓരോരുത്തരെ തള്ളിയിട്ട് കയറ്റിക്കൊണ്ടുപോകണ്ടില്ലേ. പിന്നെ കണ്ണിക്കച്ചടലും അതൊക്കെ തന്നെ പിന്നെ കളി. ചില ടൈമിൽ പൊടി പാറി കളി വരും. ചില ടൈമിൽ അതിൻ്റെ അടിയിൽ അൽമദീനക്ക് രണ്ടാമതും ഗോൾ വീണു. അതിലാകെ പ്രശ്നമായി. അപ്പോൾ അമ്പയർ പിന്നെ CCTV നോക്കട്ടെ പറഞ്ഞ് അങ്ങോട്ട് ക്യാമറ നോക്കാൻ പോയി. ക്യാമറ നോക്കി വന്നു. ഗോളല്ല എന്ന് പ്രഖ്യാപിച്ചു ആൾ. പിന്നെ പിത്തനെ തുടങ്ങി. പിന്നെ അമ്പയർ പിടിച്ച് ഉന്തലും പിടിച്ചലും അല്ലേ. ഇപ്പോഴത്തെ കളി ഇങ്ങനെ തന്നെയാണ്. അമ്പയർക്ക് ഇത് നല്ല കിട്ടുന്നുണ്ട്. ഇടക്കിടക്ക് കിട്ടുന്നുണ്ട് അമ്പയർക്ക്. കളിക്കാർ ഓടുക, ഉരുളുക കണ്ണിക്കച്ചിടുക എന്നെ കളി. ഈ ഉന്ത് വണ്ടി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് ഇവിടുക്കായിട്ട് പറഞ്ഞുണ്ടാക്കിച്ച പോലെ ഉണ്ട്. ആ ഗ്യാപ്പിൽ കൂടി ഇങ്ങനെ ആൾക്കാർ പോകണ ഗ്യാപ്പിൽ കൂടി ഉന്ത് വണ്ടിയുടെ ഇങ്ങനെ ഉസാറായിട്ട് പോകുന്നുണ്ട്. എല്ലാ കാലത്തും മദീനയുടെ കളിക്ക് ആളും ഉണ്ടാവും. മദീനൻ്റെ ആൾക്കാർക്ക് ഏറിയ കാരം മദീന തട്ടിമുട്ടി ജയിക്കുകയും ചെയ്യും. ഇപ്പോഴത്തെ കളി ഫുള്ള് ഇങ്ങനെ തന്നെ, വെറും പിത്തനെയാണ്. കളി ഒരു ഭാഗത്ത് ഇങ്ങനെ തകർന്ന് കിടക്കണു. ആ മുമ്പിൽ ഇരിക്കുന്ന VIP കസാല ഉണ്ടല്ലോ, അതടക്കം ഇങ്ങനെ പൊട്ടണു. ആൾക്കാർ ഇരിക്കുന്നതനുസരിച്ച് പൊട്ടണു മാറ്റണു. അത് എവിടുന്ന് വാങ്ങിയെന്നാവ്. അൽമദീന തോറ്റു എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുന്നു. അതിൻ്റെ അടിയിൽ കണ്ടു പെട്ടെന്ന് പൊടി പാറി കളി നടക്കാൻ കണ്ടു. പെട്ടെന്നല്ല അൽമദീനാണ് കിലിക്കിലേ, അങ്ങനെ ഗോൾ മടക്കി. പിന്നെ കളിയുടെ ഗതി മാറി. പിന്നെ കളിക്കാരെയൊക്കെ മണ്ടിക്കണത് ഡോക്ടർമാരാ. ഇവര് ഊണ് പരിക്ക് പറ്റിയിട്ട് ഇവരെ ചികിത്സിക്കാൻ പോയിട്ട് ഇവരാണ് ഏറ്റവും ഓലക്കാരും കൂടുതൽ മണ്ടിക്കണത്. ഈ കുട്ടികൾ പാവം കുടുങ്ങി. കസാര പൊട്ടിയും കൊണ്ടേ വെച്ചിട്ട് കുട്ടികൾ കുടുങ്ങി. അങ്ങനെ കളി സമനിലയായിട്ട് പിന്നെ പെനാൽറ്റി തുടങ്ങി. പെനാൽറ്റി രണ്ട് കൂട്ടരും ഒരേപോലെ ഇങ്ങനെ അടിച്ചടിച്ച് വന്നു. വടിക്കും മറ്റോ അടിക്കും. പെനാൽറ്റിയുടെ പോക്ക് കണ്ടപ്പോൾ പെനാൽറ്റി സമനിലയാവുമെന്ന് വിചാരിച്ചിരുന്നത്. കാരണം രണ്ട് കൂട്ടം ഗോളടിക്ക് തന്നെയാണ്. ആരും അതിലും ജയിക്കണം കാണാനില്ല. കളി വലിയ മെച്ചമൊന്നും ഉണ്ടായില്ല. പക്ഷെ ലാസ്റ്റ് കുറച്ച് നിമിഷങ്ങൾ ഇങ്ങനെ പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ രസമായി പോയി. അതാ തടുത്തു, മദീനൻ്റെ ഗോളി തടുത്തു. അങ്ങനെ മദീന ഒരു ഗോളിന് പെനാൽറ്റിന് മുന്നിട്ട് വന്നു. പിന്നെ ലാസ്റ്റ് ചാൻസ് എന്ത് തടുക്കുകയാണെങ്കിൽ വയനാട് സമനില പിടിക്കുക. നിർണായക ഘട്ടത്തിൽ എന്താവുക നോക്കുക. അതും ഗോളായി. അങ്ങനെ അൽമദീന ജയിച്ചു കഴിയുമ്പോൾ പിന്നെ ഗ്രൗണ്ടിൽ ആൾക്കാരനെ ഇറങ്ങുകയാണ്. അപ്പോൾ ഈ കോഗിയിലൊക്കെ